പെരുന്നാൾ സ്പെഷ്യൽ റൈസാണേ. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക? അതായത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷെ ബിരിയാണി അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇത് ഒരു ഗീ റൈസാണ്. എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഉള്ളി, അതൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഞാൻ റൈസ് ഉണ്ടാക്കും. കുക്കർ റൈസാണേ. ഈ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. ചിക്കൻ ഞാനിപ്പോൾ കാട്ടി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, അതിൽ ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, തൈര് പറഞ്ഞല്ലോ അല്ലേ, യെസ്, അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുറച്ച് നേരം മാരിനേഷൻ ചെയ്തിട്ടാണ് വെച്ചിരിക്കുക. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് വറുക്കുകയാണ് അടുത്ത പ്രോസസ്സ്. ഇത് നമ്മളുടെ കറിയിലേക്കുള്ള ഉള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ വെളുത്തുള്ളി, അതൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് സ്പെഷ്യൽ ചിക്കൻ കറിയായി. ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഇഷ്ടമല്ല ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി നല്ല റൈസും വെച്ചു. സോ ഹാപ്പി ടു ഓൾ. ബിരിയാണി തിന്നാനുള്ള കൊതിയുണ്ട് കുറേ ദിവസമായി. കാരണം ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇപ്പോൾ ബിരിയാണി അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ എനിക്ക് പറ്റില്ല. സാധാരണയായിട്ട് ഞാൻ കോളേജിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞാൻ ബിരിയാണി പാഴ്സൽ മേടിക്കുക ചെയ്യാം. അപ്പോൾ കുറേ ദിവസത്തെ ആഗ്രഹത്തിന് ഇന്നൊരു ബിരിയാണി വാങ്ങിച്ചതാണ്. നമ്മുടെ വീട്ടുപുറത്തുനിന്ന് തന്നെയാണ് മേടിച്ചത്. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടൊക്കെ തന്നെയാണ് മേടിച്ചത്. പക്ഷെ വലിയ ടേസ്റ്റൊന്നുമില്ല. ഒരു ചിക്കൻ പീസ് വറുത്തിട്ടിട്ടുണ്ട്, പിന്നെ കുറേ റൈസ് ഉണ്ട്, പിന്നെ കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ഇതാകണ്ടോ, ഇത് കൈതച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ഇതിൽ ഉള്ളിയൊന്നല്ല അധികം ഉള്ളത്, ക്യാബേജ് വെട്ടി നോക്കി ഇതാക്കിയതാണ് കുറേ ഉള്ളത്. ക്യാബേജിൻ്റെ കൂടെ പട്ട എന്തൊക്കെയാണ് അതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു പിടുത്തവുമില്ല. അപ്പോൾ എൻ്റെ ബിരിയാണിയുടെ കൊതിന്ന് മാറി ഇതോട് കൂടിയിട്ട് വേണ്ടായിരുന്നു എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പം ഞാൻ. വേണോ വേണ്ടേ, ഇനി കഴിക്കണോ, സ്വാഹ.